ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ നാഷണൽ ഡേ ഹോളിഡേക്ക് ഒരു ചെറിയൊരു ഔട്ടിങ് ഇന്നും നാളെയായിട്ട് ഒരു സ്റ്റേക്കേഷൻ റാസൽ ഖൈമയിലെ എന്താ പേര്, പുൽമാൻ അൽമർജാൻ ഐലൻഡിൽ പുൽമാനിൽ ഒരു 1 നൈറ്റ് സ്റ്റേ. ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ ഞങ്ങളുടെ കസിൻസും ഉണ്ട്, എൻ്റെ കസിൻ ഫാമിലി ഉണ്ട്. ഷാർജയിൽ നിന്നാണ്, അപ്പൊ അവര് അവിടുന്ന് ജോയിൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ 2 ഫാമിലികളാണ് പോകുന്നത്. പിള്ളേർക്കൊക്കെ വെക്കേഷൻ അല്ലേ, അപ്പം ഒന്ന് പിള്ളേർക്ക് ഒരു മൈൻഡ് റിലാക്സ് ആവുമെന്നൊക്കെ വെച്ച് ഞങ്ങളൊരു ചെറിയ ഷോർട്ട് ബ്രേക്ക് ആയിട്ട് റിഫ്രഷ്മെന്റിന് വേണ്ടി നമ്മളൊരു പെട്രോൾ സ്റ്റേഷനിൽ കയറിയതാണ്. എക്സൈറ്റ്മെന്റിലാണ്. ജോഷുവയുടെ ബെസ്റ്റ് ബ്രദർ, കസിൻ ബ്രദറിന്റെ അടുത്ത് പ്ലേ ചെയ്യാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഇരിക്കുക ആള്. അങ്ങ് കണ്ടാൽ മാത്രം മതി. അങ്ങനെ നമ്മള് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഹൈവേ പിടിക്കുന്നത്. മോസ്ക് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒട്ടകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, റോഡിലോട്ട് വരത്തില്ലായിരിക്കും, ഇങ്ങനെ ബാരിക്കേഡ് ഉണ്ടായോണ്ട്. അത് ഇലക്ട്രിക് ഫെൻസ് ഉണ്ട്, ചെറിയ ചെറിയ ഫെൻസ് ഡെസേർട്ട് ബി കെയർഫുൾ. റോഡിന്റെ നടുക്കണ ഇതാണ് അപകടം. എത്താറായും തോന്നുന്നു, മേ ബി ഒരു 10 മിനിറ്റ്സ് കൂടെ ഉണ്ട്. ജസ്റ്റ് ഒരു ചെറിയ സ്ട്രെച്ചിങ്ങിന് വേണ്ടി ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തതാണ്. അങ്ങനെ ഇനി ഒരു 10 മിനിറ്റ്സ് കൂടെ ഉണ്ട്. ചെറിയൊരു ഫ്രൂട്ട് സെയിലായിട്ടുണ്ട്, മാംഗോ, ബനാന അങ്ങനെയൊക്കെ ആയിട്ട്. ഇനി ഒരു ചെറിയ ഡെസേർട്ട് കഴിയും. അങ്ങനെ ഞങ്ങൾ ഈ ചേട്ടായിയുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു മാങ്ങ മേടിച്ചു. അടുത്ത മാങ്ങ ബാക്കിൽ പോ, ബാക്കിൽ പോ. ഒരു സൈഡ് കടലാണ്ടോ. ഐലൻഡുകളാണ്. ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ, ഓവൻ പിക്. സൈഡ് ബീച്ചാണ്, ബീച്ച് വ്യൂ ഉള്ള ഹോട്ടലുകളാണ് ഇതെല്ലാം. ഇതാണ് ഹോട്ടലാണ്. ആ ഹോട്ടലിലെ ബാക്ക് സൈഡ് കടലാണ്. നമ്മളിപ്പോൾ വെളിയിൽ നിൽക്കുക റോഡിൽ.
എനിക്ക് തോന്നുന്നു ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് ആ കടലിൻ്റെ അവിടോട്ടൊക്കെ പോകാൻ പറ്റുമോ? അവിടെ നല്ല ക്യൂ ആണ്. ഫുള്ളാണ്. 4-5 വണ്ടിയിലാണ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഫുള്ളാണ്. ഫുള്ളാണ്. പുൽമാൻ്റെ മൊത്തം പുല്ലാണ്. നമ്മുടെ കസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ജോഷയും എല്ലാവരും അങ്ങനെ നമ്മുടെ എന്താ പേര് പുൽമാൻ. സാർ നമുക്ക് ബാത്റൂം ടോയ്ലറ്റ് മാത്രമായിട്ടുണ്ടല്ലേ. ഓക്കെ, ഡൈനിങ് ഏരിയ ഉണ്ട്. After this മാറ എൻ്റെ പേര് കാണട്ടെ. വെൽക്കം മിസ്റ്റർ സുബിൻ ബാബു, പുൽമാൻ ഹോട്ടൽ ആൻഡ് റിസോർട്ട്. ഒരു ബാൽക്കണി, ഒരു ആർട്ടിഫിഷ്യൽ ഗാർഡൻ. കടലിൽ നിന്ന് അവിടുന്ന് അങ്ങനെ ആ കടലിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇറക്കിയിട്ടേക്കും അവര്. അങ്ങനെ പിന്നെ തിരിച്ച് ബെഡ്റൂം. പക്ഷെ അത്ര ഒരു സംഭവം ആയിട്ടില്ല അല്ലേ. ഒരു എല്ലായിടത്തും എൻ്റെ പേരുണ്ട്, അത് മാത്രം ഒരു ഹൈലൈറ്റാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഇച്ചിരി പഴയ ഹോട്ടലാണെങ്കിൽ പോലും സാധനങ്ങളെല്ലാം പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. 5 സ്റ്റാർ ആണ്. സോ അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ. ഇച്ചിരി പഴയ ഹോട്ടലാണ്, ബട്ട് ഇറ്റ്സ് ഫൈൻ. 5 സ്റ്റാർ ആണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഡ്രസ്സ് ചേഞ്ചൊക്കെ ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ ബീച്ചിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വെയിറ്റിംഗ് ആണ്. ഓൾറെഡി അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട്
തിരിഞ്ഞേ. അതെ, ഇങ്ങനെ കിടക്കും. വെള്ളത്തിന്റെ ഒരു എനിക്കെന്താ ഒരു ലിമിറ്റഡ് പറ്റത്തില്ല. അശ്വിന് ഭയങ്കര പേടിയാ. അശ്വിൻ അങ്ങനത്തെ ഇതെല്ലാം കേട്ടത്തില്ല അങ്ങനെ. സൂര്യൻ നല്ല റെഡ് കളറായിട്ടിരിക്കുന്നത്. അയ്യോ, ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ കണ്ടു. കണ്ടോ ഇപ്പൊ എത്ര മണിയായി? 5:15 ഉള്ളൂ. ആ, താഴോട്ട് കാണാം. ബീച്ചിൻ്റെ വൈബ് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലോട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ട് ബസ്സാണ് കൊണ്ടുവന്നത്. തിരിച്ച് ബീച്ചിന് വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മുടെ ബസ് വരുന്നു. ഹോട്ടലിൽ നമുക്ക് കിഡ്സ് പ്ലേ ഏരിയ. നല്ലൊരു ബ്യൂട്ടിഫുൾ വൈബാണ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സ് തുടങ്ങാം. നമുക്കിന്ന് ഹോട്ടൽ മിക്കവാറും നമ്മളിന്ന് റിസോർട്ട് എക്സ്പ്ലോർ ചെയ്തേ ഉള്ളൂ. മിക്കവാറും സ്വിമ്മിംഗ് പൂളായിരിക്കും. പിന്നെ നല്ല നമുക്ക് കുറച്ച് ഗെയിമിംഗ് ഹബിലൊക്കെ കയറിയായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ റിസോർട്ടാണ്. നല്ല ഓൾ അമ്യൂണിറ്റീസ് ഉണ്ട്. അത്യാവശ്യം ഫാമിലിക്കായിട്ട് സ്പെൻഡ് ചെയ്യാൻ ബെറ്ററാണ്. അത്ര വലിയ കോസ്റ്റ്ലിയും അല്ല കമ്പയർ ടു അതർ റിസോർട്ട്സ്.
ജോഷ് ഓൾറെഡി അപ്പുറത്ത് പോയി. ഓൾറെഡി ലേറ്റാണ്. നമുക്ക് അവിടെ സീറ്റ് ഫുള്ളായതുകൊണ്ട് നമ്മളിവിടെ വെളിയിൽ. അച്ചാച്ച സ്വിമ്മി ചെയ്യുന്നുണ്ടോ? അച്ചാച്ച സ്വിമ്മി ചെയ്യുന്നുണ്ടോ? കിടന്നോ ഇങ്ങനെ? അവിടെ എന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ പൂളീന്ന് വന്നിട്ട് ഒരു പ്രൈവറ്റ് ബീച്ചാണ്. ബീച്ചിന്റെ ആക്സസ് ആണ്. ശരിക്കും നമ്മൾ അവിടെ സൂപ്പർ സ്റ്റെയർ. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഈ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുന്നു. പുൽമാൻ റിസോർട്ട്. അങ്ങനെ ഗുഡ് ബൈ. ഒരു ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് പാർക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഇന്നത്തെ സ്റ്റേക്കേഷൻ ഞങ്ങളുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ തിരിച്ച് പോവാണ്. പാർക്കിങ്ങിലാണ്. ജോഷുവ മറ്റേ കാറിൽ കയറി. ജോഷുവ കസിൻ്റെ കാറല്ലേ. നമ്മുടെ 1 ഡേ സ്റ്റേക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് നമ്മുടെ അലൈനിലേക്ക് പോവാണ്. ഇപ്പൊ സമയം ഒരു 12:30 ആയി. 12 മണിക്കായിരുന്നു ചെക്കൗട്ട് ചെയ്ത്. ഇനിയിപ്പൊ തിരിച്ചു പോണ് ഞങ്ങൾ. ജോഷുവ ഞങ്ങളുടെ കൂടെ ഇല്ല. ജോഷുവ ഞങ്ങളുടെ മറ്റേ കസിന്റെ കാറിലാണ്. അവന്
അവര് രണ്ടുപേരും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അതെ, അതുകൊണ്ട് ഇപ്പൊ അവരെല്ലാരും ആ ഒരു വണ്ടിക്കകത്ത് കയറി ഞങ്ങൾ ഇനിയപ്പോ എന്തെങ്കിലും ലഞ്ച് കഴിക്കണം. ഇപ്പൊ ഓൾറെഡി ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പിരിയണം. അവര് ഷാർജയിലോട്ടും നമ്മൾ അലൈനിലോട്ടും ആ റൂട്ട് പിടിക്കണം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ചെറിയ സ്റ്റോപ്പേജ് ആയിട്ട് ലഞ്ചിന് വേണ്ടി വന്നിരിക്കുന്നു. ഇത് നമ്മുടെ സഫീർ മോളുടെ അകത്താണ് ദ പുട്ട്. നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ദ പുട്ട്. പക്ഷെ നല്ല തിരക്കാണ്. എന്താ എല്ലാവരും എന്താ പറയുന്നത്? ചട്ടിച്ചോറ്, ചട്ടി ബിരിയാണി, ചട്ടി ബിരിയാണി, ചട്ടി ബിരിയാണി അല്ലേ, ചട്ടിച്ചോറ്, ദിലീപ് ഏട്ടൻ്റെ പുട്ടിൻ്റെ Sorry, it's DJ.